വിനീഷ്യസ് ജൂനിയർ റിയൽ മാഡ്രിഡില് റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനി ജൂനിയറിനെ തൊട്ടുപറ്റിക്കൊണ്ട് ഒരുപാട് വമ്പൻ ക്ലബ്ബുകളാണ് വിനി ജൂനിയറിനെ റാഞ്ചാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ആർസണൽ, ലിവർപൂൾ, മാൻ സിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താണ്? റിയൽ മാഡ്രിഡില് വിനി ജൂനിയറിന്റെ കോൺട്രാക്ട് തീരാനായി 2027 കോൺട്രാക്ട്. അപ്പം എന്തായാലും വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ക്ലബ്ബ് ലാഭത്തിന് വേണ്ടി വിനി ജൂനിയറിനെ ഹ്യൂജ് എമൗണ്ടിലേക്ക് വിൽക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വമ്പൻ ക്ലബ്ബുകളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എത്രമാത്രം നടക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. 2027 വരെയാണ് കോൺട്രാക്ട് നിൽക്കുന്നത്. അപ്പൊ വിനി ജൂനിയറെ സംബന്ധിച്ച് വിനി ജൂനിയർ ക്ലബ്ബിൽ നിന്ന് ആ ഒരു റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്ന് വാരാൻ പറ്റുന്നത്ര വാരും. സോ അതുകൊണ്ട് വിനി ജൂനിയർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നിലവിലെ ഒരു ഇയർലി എമൗണ്ട് എന്ന് പറയുന്നത്, ഏണിങ്സ് എന്ന് പറയുന്നത് 25 മില്യൺ യൂറോ ആണ്. അത് കുറച്ചുകൂടി പുഷ് ചെയ്തുകൊണ്ട് 30 മില്യൺ യൂറോ ചോദിച്ചു, ക്ലബിനോട് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ക്ലബ്ബ് പറയുന്നത് വരാൻ പോകുന്ന ഇയറിൽ 20 മില്യൺ യൂറോ ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ക്ലബ്ബ് ഓഫർ ചെയ്യുന്നത് 20 മില്യൺ യൂറോ ആണ്. വിനി ചോദിക്കുന്നത് 30 മില്യൺ യൂറോ ആണ്. കറന്റ് കൊടുക്കുന്നത് 25 മില്യൺ യൂറോ ആണ്. അപ്പം ക്ലബിനെ സംബന്ധിച്ച് ക്ലബ്ബ് ഒരിക്കലും ഹ്യൂജ് എമൗണ്ടിലേക്ക് പോകില്ല. 30 മില്യൺ യൂറോ എന്ന് പറയുന്നത് കിലിയൻ എംബാപ്പയുമായിട്ട് ക്ലോസ് ആയി. അപ്പം ക്ലബ്ബ് ഒരിക്കലും ഹ്യൂജ് എമൗണ്ടിലേക്ക് പോകില്ല. ക്ലബിനെ സംബന്ധിച്ച് ഫ്യൂച്ചർ നോക്കണം, വരാനിരിക്കുന്ന സീസണുകൾ നോക്കണം, പുതിയ പ്ലേയേഴ്സിന് വരണം, ലെവൽ കൂട്ടണം, പെർഫോമൻസിന് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ക്ലബ്ബ് ഒരിക്കലും വലിയ ഹ്യൂജ് എമൗണ്ടിലേക്ക് പോകില്ല. ഈ ഡിമാൻഡ്സിന് അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എക്സിറ്റ് നടക്കാം. അത് വലിയ ക്ലബ്ബുകൾ മുതലെടുക്കാം. അതിൽ ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ വന്നിട്ടുള്ള ആർസണൽ വിനി ജൂനിയറിനെ സൈൻ ചെയ്യാൻ വളരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിനി ജൂനിയർ വേണമെങ്കിൽ ക്ലബ്ബിൽ തുടരാം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് റിയൽ മാഡ്രിഡിൽ തുടരാൻ. പക്ഷേ അദ്ദേഹം ഓഫർ ചെയ്ത എമൗണ്ട് കുറച്ച് വലുതായതുകൊണ്ട് അത് ക്ലബ്ബ് അംഗീകരിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എക്സിറ്റ് ചിലപ്പോൾ പെട്ടെന്ന് നടന്നേക്കാം. വിനി ജൂനിയർ ടു ആർസണൽ, വിനി ജൂനിയർ ടു ലിവർപൂൾ ഓർ മാൻ സിറ്റി, എന്തും നടന്നേക്കാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളത് ഒരു 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 3 കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ 25 മില്യൺ യൂറോക്ക് വിനി ജൂനിയർ ഈ ഒരു 2027 കളിച്ച് തീർക്കും. ക്ലബ്ബ് ഓഫർ ചെയ്ത എമൗണ്ടിന് വിനി ജൂനിയർ 2027 വരെ കളിച്ചങ്ങോട്ട് തീർക്കും, ഫ്രീ ഏജന്റ് ആയിട്ട് പോകും. രണ്ടാമത്, ഇപ്പോൾ ഒരു ടോപ്പ് ക്ലാസ് ഫോമിലാണ്. ലാസ്റ്റത്തെ 13 മാച്ചുകൾ നോക്കുകയാണെങ്കിൽ 10 ഗോളുകളും 2 അസിസ്റ്റും വിനി ജൂനിയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ലെവൽ ഫോമിൽ തന്നെ ക്ലബ്ബ് ഹ്യൂജ് എമൗണ്ടിൽ വിനി ജൂനിയർ സെല് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, വിനി ജൂനിയർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ക്ലബ്ബ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു 6 മാസം കൂടി എന്ത് ചെയ്യാം, വിനി ജൂനിയറെ കളിപ്പിച്ച് നോക്കാം. ആ സമയത്ത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങോട്ട് ഹ്യൂജ് എമൗണ്ട് സെല് ചെയ്യാം. ചിലപ്പോൾ അത് ഹ്യൂജ് എമൗണ്ട് ആവാം, ചിലപ്പോൾ ലെസ് എമൗണ്ട് ആവാം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹിസ് പെർഫോമൻസ്. ചിലപ്പോൾ ആ റിസ്കിലേക്ക് ക്ലബ്ബ് വരാതിരിക്കാൻ വേണ്ടി ക്ലബ്ബ് ഇപ്പോൾ തന്നെ ഹ്യൂജ് എമൗണ്ട് വിനി ജൂനിയറിനെ സെല് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ എന്ത് പോസിബിലിറ്റീസ് ഒരുപാട് കൂടിയ സമയമാണ് ഇപ്പോൾ. ചിലപ്പോൾ വിനി ജൂനിയർ റിയൽ മാഡ്രിഡിൽ നിന്ന് പോവാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? വിനി ജൂനിയർ മാഡ്രിഡിൽ തുടരണോ വേണ്ടേ? ഇനി തുടർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിയൽ മാഡ്രിഡിൽ ഉണ്ടാവോ? അദ്ദേഹം പോയിട്ട് വേറൊരു പ്ലെയർ വരുന്നതാണ് നല്ലത്? അങ്ങനെയുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ സ്കോട്സ്മാൻ.